ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഗീസ് വ്ലോഗ്. ഇന്നത്തെ സ്പെഷ്യൽ പറഞ്ഞാൽ പപ്പായ കൊണ്ടുള്ളൊരു മോരുകറിയാണ്. അപ്പോൾ പപ്പായ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു മോരുകറി ഉണ്ടാക്കാൻ നോക്കാം. പപ്പായ നുറുക്കി വെച്ചിട്ടുണ്ട്. പപ്പായയുടെ അര എടുത്തിട്ടുള്ളൂ, മുഴുവനായിട്ട് എടുത്തിട്ടില്ല. അതുപോലെ 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, നാളികേരം, 2 മുളക്, തൈര് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് വെള്ളം, പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് കറിവേപ്പില, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മോരുകറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. പപ്പായ ഇടുകയാണ്. ഇത് നമ്മളെ തൊടിയിലുണ്ടായ പപ്പായ കേട്ടോ. ആട്ടോളൂ. അത് കഴിഞ്ഞ് ഉപ്പ്, അത് കഴിഞ്ഞിട്ട് മുളക് പൊടി, ഇനി വെള്ളമൊഴിക്കണം. നമ്മൾ മുളക് പൊടി കുറച്ചെടുക്കണത് തേങ്ങയും മുളകും കൂടി അരയ്ക്കുമ്പോൾ കുറച്ച് എരിവുണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ കുക്കറിൽ ഒറ്റ വിസിൽ മതി കേട്ടോ, അപ്പം തന്നെ വേവും. ഇതിൽ നാളികേരും നല്ല കട്ട തൈരും 2 മുളകുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിൽ ചീനമുളകൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൽ ഇട്ട് കൊടുക്കണം, അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പം നമുക്ക് അരച്ച് സെറ്റാക്കാം. നല്ലോണം അരഞ്ഞിട്ടുണ്ട്. ഒറ്റ വീസിൽ തന്നെ പപ്പായ നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മൾ പപ്പായേനെ ചില സ്ഥലത്ത് ഓമക്കായ, അതുപോലെ തന്നെ കറുമത്തിക്കായ ഒക്കെ പറയും. ഇനി ഇതൊന്ന് നല്ലോണം തിളച്ചാൽ പറവില്ല. അപ്പം ഗൈസ്, അപ്പോൾ തിളക്കട്ടെ. അത്യാവശ്യം നല്ലോണം തിളച്ചോട്ടെ. അതിനുശേഷം നമുക്ക് വറുത്തിടാം. ഒഴിച്ചു, 1 സ്പൂണ് കടുക് ഇട്ടു, ഏതൊരു കറിക്കും ഏറ്റവും ടേസ്റ്റ് നൽകുന്നത് ഈ വറുത്തിടലാണ്. അച്ഛാ, വെളിച്ചെണ്ണയിൽ വറക്കുമ്പോൾ ഭയങ്കര സ്മെല്ല് വരുന്നു. അടിപൊളി. അപ്പോൾ ഗായ്സ്, ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ ഇഷ്ടമില്ലാത്തവര് കടുക് വറുത്തിട്ടാൽ മതി. പിന്നെ നാടൻ കറിവേപ്പില ഇട്ടോളൂ വെച്ചാ. പിന്നെ നമ്മളെ ഇപ്പോൾ മോരുകറിയിൽ കുറച്ച് മഞ്ഞ നിറത്തിലാവുമല്ലോ മോരുകറി ഉണ്ടാവുക. അപ്പോൾ ആ മോരുകറിയിൽ അത്ര കളർ ഇല്ല തോന്നുകയാണെങ്കിൽ ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിന് ഈ മോരുകറി ഒന്ന് കൂട്ടി വെക്കൊണ്ടോ, അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാവോ കമൻസ് അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.